ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മർക്കോസ് 16:17 കർത്താവ് ഈശോ മിശിഹ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന്. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണിത്. ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തിനാണ് യേശു ഇത് പറഞ്ഞതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടത് സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വളരെ വലിയൊരു കടമ തന്നെയാണ്. നമ്മളൊന്ന് കേട്ടുപോയി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വായിച്ചു പോയി എന്നതിലല്ല, അത് ആഴത്തിൽ ചിന്തിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആഴമായിട്ട് ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നും ഇതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടാനുമായിട്ട് അത് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു ദൈവവചനം പോലും വിട്ടുകളയാതെ ഇരിക്കുക. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ അടയാളങ്ങളെന്ന് നമുക്ക് നോക്കാം. അവർ എൻ്റെ നാമത്തിൽ പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സുഖം പ്രാപിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അടയാളങ്ങൾ. എന്തിനാണ് ദൈവം ഇത് പറഞ്ഞത് എന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവവചനം സത്യമാണെന്ന് കർത്താവ് ഇതിലൂടെ തെളിയിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ലോകത്തിൽ മനുഷ്യർക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടായിരുന്നു. യേശു സത്യമാണെന്ന് എങ്ങനെ അറിയാമെന്ന്. അതിനാണ് ദൈവം അടയാളങ്ങൾ നൽകിയതും. ഇതിലൂടെയാണ് ദൈവവചനം സത്യമാണെന്നും ദൈവം ജീവനുള്ളവനാണെന്നും കർത്താവ് തെളിയിച്ചത് തന്നെ. രണ്ടാമത്, സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവം സുവിശേഷത്തിലൂടെ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് സുവിശേഷത്തിന് ശക്തി നൽകി. മൂന്നാമതായിട്ട്, വിശ്വാസികൾക്കുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ അടയാളങ്ങളിലൂടെ കാണപ്പെടുന്നു. യേശു പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിക്കും. ഓർക്കുക, അടയാളം വെറുമൊരു ശക്തിയല്ല, ദൈവം നമ്മളോടൊപ്പം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണെന്ന്. മറ്റൊന്നാണ് ഇരുട്ടിനെ തോൽപ്പിക്കുന്ന ദൈവശക്തി. അടയാളങ്ങളിൽ ഭൂരിഭാഗവും ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. രോഗശമനം. 2. വിടുതൽ. 3. സംരക്ഷണം എന്നിവയാണ്. ഇത് ദൈവത്തിൻ്റെ രാജ്യം ഇരുട്ടിനെ തോൽപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അടയാളങ്ങൾ നമ്മെ വലിയവരാക്കാനല്ല ദൈവം ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അത് സേവനത്തിനുള്ള ശക്തി മാത്രമാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ശക്തി. ഇന്നും ഈ അടയാളങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എല്ലായിടങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഒരേ രീതിയിലല്ല ഇത് സംഭവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവം അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തി കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുവിൻ്റെ നാമം മൂലം നമ്മളിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ,
ദൈവം ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്നതാണ് ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു.